കഴിഞ്ഞ സീസൺ തൊട്ട് F1 കാണാൻ തുടങ്ങിയ ഒരാളാണ് ഞാൻ. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള F1ലേക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാരണം ഈ റേസ് കാറ് എന്നുള്ളതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് F1 സിനിമ കണ്ടപ്പോൾ അതിൽ കിട്ടിയ ഒരു എഞ്ചിനീയറിംഗ് ഒരു ബ്രില്യൻസ്, ഒരു എഞ്ചിനീയറിംഗ് മാസ്റ്റർ ക്രാഫ്റ്റ് ഈ ഒരു റേസിൻ്റെ പിന്നിൽ നടക്കുന്നതായിരുന്നു. സോ ഓഫ് കോഴ്സ് ഞാൻ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ആയതും അതിൽ എഞ്ചിനീയറിംഗ് ടേംസ്, അതിൻ്റെ എഞ്ചിനീയറിംഗ് ഡിസൈൻ, അത് വെച്ച് അവർ കിട്ടുന്ന അഡ്വാൻറ്റേജ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ്. അങ്ങനെ ഞാൻ കഴിഞ്ഞ സീസണിൽ കാണാൻ തുടങ്ങിയിട്ട് ഈ സീസണിലേക്ക് വന്നപ്പോൾ F1ൻ്റെ റെഗുലേഷൻസ് ഒക്കെ മാറി. 2026 പുതിയ റെഗുലേഷൻസ് വന്നു. അപ്പോൾ ഈ റെഗുലേഷൻ പ്രകാരം FIA പറഞ്ഞത് എല്ലാ കാറുകളുടെയും കംപ്രഷൻ റേഷ്യോ മാക്സിമം 16:1 ആയിരിക്കണം. 16:1 മേലേക്ക് കംപ്രഷൻ റേഷ്യോ പോകാൻ പാടില്ല എന്നുള്ളതാണ്. ആൻഡ് അത് എൻജിൻ എങ്ങനെ ടെസ്റ്റ് ചെയ്യുമെന്ന് വെച്ചാൽ ഇവർ സാധാ കണ്ടീഷനിൽ എഞ്ചിനൊക്കെ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ അത് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ എഞ്ചിൻ ഒരിക്കലും അല്ലെങ്കിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല, പുതിയ എഞ്ചിൻ ഉണ്ടാക്കേണ്ടി വരും ആ കമ്പനികൾ. സോ ഇതുവരെ മനസ്സിലായല്ലോ. അപ്പോൾ ഈ കംപ്രഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എഞ്ചിൻ്റെ സിലിണ്ടർ ടോപ്പിലെ ഡെഡ് സെൻറ്ററിൽ നിന്നും ബോട്ടം ഡെഡ് സെൻറ്ററിലേക്ക് വരുമ്പോൾ, ടോപ്പ് ഡെഡ് സെൻറ്ററിൽ എഞ്ചിൻ്റെ പിസ്റ്റൺ നിൽക്കുമ്പോൾ ഒരു വോളിയം ഉണ്ടാവും, അത് താഴെ വരുമ്പോൾ ഉണ്ടാകുന്ന വോളിയം. ഇതിൻ്റെ റേഷ്യോ ആണ് കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത്. മോർ കംപ്രഷൻ റേഷ്യോ ഫ്യൂൽ ഗെറ്റ്സ് യൂസ് മോർ വിത്ത് എയർ. അപ്പോൾ മോർ തെർമൽ എഫിഷ്യൻസി, മോർ പവർ, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അപ്പോൾ എല്ലാവർക്കും നല്ലോണം കൂട്ടി ഉണ്ടാക്കിക്കൂടെ എന്ന് ചോദിച്ചാൽ, ഒരു പരിധി കൂടുതൽ കംപ്രഷൻ റേഷ്യോ കൂടിക്കഴിഞ്ഞാൽ നോക്കിംഗ് എന്ന് പറയുന്ന സംഭവം, അതായത് ഓട്ടോ ഇഗ്നിഷൻ സംഭവിക്കും. നമുക്കറിയാം, പെട്രോൾ എഞ്ചിൻസിൽ നമ്മൾ സ്പാർക്ക് കൊടുക്കുമ്പോഴാണല്ലോ പെട്രോൾ കത്തണ്ട്. പക്ഷേ നോക്കിംഗ് വഴി ഇതിൻ്റെ ഓട്ടോ ഇഗ്നിഷൻ ടെമ്പറേച്ചറിൻ്റെ മേലേക്ക് പോയാൽ തന്നെ കത്തും. അപ്പോൾ സ്പാർക്കിംഗ് ടൈമിൽ ഡിലേയും, ചിലപ്പോൾ അത് നേരത്തെയൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. വിചാരിച്ച പോലെ പവർ ഡിപ്ലോയ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ യു ഗോട്ട് ആൻ ഐഡിയ വാട്ട് ഈസ് കംപ്രഷൻ റേഷ്യോ എന്നുള്ള സംഭവം. അപ്പോൾ ഈ കംപ്രഷൻ റേഷ്യോ 16:1 FIA റെഗുലേറ്റ് ചെയ്തു. ആൻഡ് FIA അത് നോർമൽ കണ്ടീഷൻസിൽ ചെക്ക് ചെയ്യും. ബട്ട് ഹിയർ കംസ് മെഴ്സിഡസിൻ്റെ കാഞ്ഞ ബുദ്ധി. ഈ സ്ക്രൂട്ടിനൈസ് ചെയ്യുന്നതിലുള്ള ഒരു ലൂപ്പ് ഹോൾ മെഴ്സിഡസ് കണ്ടെത്തി. വാട്ട് വാസ് ദാറ്റ്? അതായത് നോർമൽ ടെമ്പറേച്ചർ കണ്ടീഷനിലാണ് FIA ചെക്ക് ചെയ്യാൻ പോകുന്നത്. പക്ഷേ എൻജിൻ ട്രാക്കിൽ ഓടിക്കഴിയുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ ധാരാളമായിട്ട് കൂടും. 130 ഡിഗ്രിയോ 120 ഡിഗ്രിയോ ഒക്കെ വരും 2-3 ലാപ്പോ കഴിയുമ്പോഴേക്ക്. ഇഫ് ടെമ്പറേച്ചർ ഈസ് ഹൈ, എൻജിൻ പാർട്സ് ആർ മെയ്ഡ് വിത്ത് മെറ്റൽസ്, സോ മെറ്റൽസ് വിൽ എക്സ്പാൻഡ്. ഒബ്വിയസ്. എക്സ്പാൻഷൻ സംഭവിക്കുമ്പോൾ സിലിണ്ടറിൻ്റെ കുഴി എന്ന് പറയുന്ന സാധനം കൺട്രാക്റ്റ് ആവും. അത് മെറ്റൽസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ തുള എന്ന് പറയുന്നത് ചുരുങ്ങും. ആൻഡ് സിലിണ്ടറിൻ്റെ പിസ്റ്റൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ എന്തായിരിക്കും? എക്സ്പാൻഡ് ചെയ്യും. സോ മെഴ്സിഡസ് എന്ത് റിയലൈസ് ചെയ്തു? ഇഫ് യു ആർ പ്രോപ്പർലി എഞ്ചിനീയറിംഗ് ഈ എക്സ്പാൻഷൻ, അതായത് ഈ എക്സ്പാൻഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ട്രാക്കിൽ നമുക്ക് 16:1 പകരം 18:1 വരെയുള്ള കംപ്രഷൻ റേഷ്യോ വെച്ച് വണ്ടി ഓടിക്കാൻ പറ്റും എന്ന് മെഴ്സിഡസ് മനസ്സിലാക്കി. ആൻഡ് ദേ എഞ്ചിനീയർഡ് ദാറ്റ് തിങ്. ആൻഡ് അവർക്കത് സക്സസ്ഫുള്ളി ഓൺ ചെയ്യാൻ പറ്റി. പക്ഷേ ചെക്കിങ്ങിൽ അവർ പാസ്സാവും, കാരണം ചെക്കിങ് നോർമൽ കണ്ടീഷനിലാണ്. നോർമൽ കണ്ടീഷനിൽ മെഴ്സിഡസിൻ്റെ കംപ്രഷൻ റേഷ്യോ 16:1 തന്നെയാണ്. ബട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് കിട്ടിയത് ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 25 HP പവർ എക്സ്ട്രാ. SP or BHP, I don't exactly know, but extra power കിട്ടി. വിച്ച് ഗീവ്സ് ദം 0.2 seconds അപ്രോക്സിമേറ്റ്ലി പെർ ലാപ്പ് എക്സ്ട്രാ. 0.2 seconds എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിക്കുമ്പോൾ ഭയങ്കര ചെറിയ സമയമായിട്ട് തോന്നും. പക്ഷേ F1 അത് വലിയ സമയമാണ്. അപ്പോൾ തിയററ്റിക്കലി നിങ്ങൾക്ക് ഓരോ ലാപ്പിലും +0.2 seconds കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 50 ലാപ്പിൽ 50 ലാപ്പിൻ്റെ റേസ് ആകുമ്പോൾ നിങ്ങൾക്ക് എത്ര എക്സ്ട്രാ കിട്ടും? 10 സെക്കൻഡ് എക്സ്ട്രാ കിട്ടും. മനസ്സിലായി? ഓരോ ലാപ്പിലും 0.2 കിട്ടുകയാണെങ്കിൽ, വിച്ച് മീൻസ് ഹ്യൂജ് അഡ്വാൻറ്റേജ് ഇൻ ദ റേസ്. ഇപ്പോൾ മെഴ്സിഡസിൻ്റെ കാർ ഡൊമിനേറ്റ് ചെയ്യുന്നുണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം, ബാക്കിയുള്ള കാറുകൾ കിമി ആന്നലിയും ഈ ജോർജ് റസലും തമ്മിലാണ് മത്സരം. ബാക്കിയുള്ള കാറുകളൊന്നും അടുത്ത് പോലുമില്ല. ബിക്കോസ് ദേ ആർ ഗെറ്റിംഗ് എക്സ്ട്രാ പവർ, ദേ ആർ ഗെറ്റിംഗ് മോർ, എന്താ പറയുക, കുറഞ്ഞ ടൈമിൽ അവർക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ബട്ട് ഹിയർ കം ദ നെക്സ്റ്റ് തിങ്. എന്താണ്? ബാക്കിയുള്ള കമ്പനികൾ ഈ സംഭവം മനസ്സിലാക്കി ഈ ലൂപ്പ് ഹോൾ ഉപയോഗിച്ചതിനെതിരെ മെഴ്സിഡസിനെതിരെ കംപ്ലയിൻറ്റ് ചെയ്യാൻ പോയി. അങ്ങനെ അവർ കംപ്ലയിൻറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞപ്പോൾ FIA വോട്ടിങ്ങിനിട്ടു. അങ്ങനെ ബാക്കി ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളും, അതർ ദാൻ മെഴ്സിഡസിൻ്റെ എഞ്ചിൻ ഉപയോഗിക്കുന്ന മക്ലാരനും ആൽപ്പിനും അല്ലാത്ത കമ്പനികളെല്ലാം മെഴ്സിഡസിനെതിരെ പറഞ്ഞു. സോ അറ്റ് ദ എൻഡ് 8ാമത്തെ റേസ് കഴിയുമ്പോൾ, മൊണോക്കോ റേസ് കഴിയുമ്പോൾ FIA ഇനി എന്ത് ചെയ്യും? ഹോട്ട് കണ്ടീഷനിലും കോൾഡ് കണ്ടീഷനിലും എഞ്ചിൻ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ 2 കണ്ടീഷനിലും പാസ്സായാൽ മാത്രമേ എഞ്ചിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അവർ എഞ്ചിനിൽ റീവർക്ക് ചെയ്യേണ്ടി വരും. സോ ആഫ്റ്റർ മൊണോക്കോ റേസ് ചിലപ്പോൾ മെഴ്സിഡസിന് ഇപ്പം ഉണ്ടാവുന്ന ഇത്രയും സുപ്രീമസി കിട്ടും എന്ന് തോന്നുന്നില്ല. ബട്ട് എന്നെ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആക്കിയ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു ലൂപ്പ് ഹോള്, ആ ലൂപ്പ് ഹോളിൽ നിന്ന് ഹൗ ദ ഹെൽ മെഴ്സിഡസിൻ്റെ എഞ്ചിനീയേഴ്സ് ഈ ഒരു ഡിസൈൻ ക്രാക്ക് ചെയ്ത് കൊണ്ടുവന്നു എന്നുള്ളതാണ്. നമുക്കൊന്നും കണ്ടെത്താനില്ല, നമുക്കൊന്നും ചെയ്യാനില്ല, നമ്മൾ ഭയങ്കര സ്റ്റാറ്റിക് ആയിട്ടുള്ള ജോബിൽ ഇങ്ങനെ പെട്ടുപോയി എന്നും ഒരേ കാര്യങ്ങൾ ചെയ്യുന്നു എന്നങ്ങനെ വിചാരിക്കുന്നിടത്ത്, ഓക്കെ, കണ്ടീഷൻസ്
കോൾഡിൽ മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ. എക്സ്പാൻഷൻ എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സയൻസ് പ്രോസസ്സ് നടക്കും. ഈ പ്രോസസ്സ് നമുക്ക് കൺട്രോൾ ചെയ്താൽ നമുക്ക് ഹൈ ഹീറ്റ് കണ്ടീഷൻസിൽ കംപ്രഷൻ റേഷ്യോ കൂടുതൽ കിട്ടും, കൂടുതൽ എഫിഷ്യൻസി കിട്ടും, കൂടുതൽ പവർ കിട്ടും. സോ നമുക്കത് റേസിൽ ഹ്യൂജ് അഡ്വാൻറ്റേജ് ആണെന്ന് തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടി പണിയെടുത്ത് ആ രീതിയിൽ അവർ എഞ്ചിൻ കൊണ്ടുവരുന്നു. ഓഫ് കോഴ്സ് വയലേഷൻ ഓഫ് റൂൾസ് ആണ്. സോ അത് കറക്റ്റ് ചെയ്യാണ്. ബട്ട് സ്റ്റിൽ എഞ്ചിനീയറിംഗ് ബ്രില്യൻസ് ഈസ് ലൈക്ക് എന്താ പറയുക, സമ്മതിച്ചു കൊടുക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല. ഐ ഫെൽറ്റ് ഇറ്റ് മോർ ഇൻട്രസ്റ്റിംഗ്. ഇത് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഫാക്ച്വലി കറക്റ്റ് ആണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ അവിടെ നിന്ന് വായിച്ചതും കണ്ടതുമായിട്ടുള്ള സാധനങ്ങളാണ് പറഞ്ഞത്. ബട്ട് ഐ ഫെൽറ്റ് ഇറ്റ്സ് ടു ഇൻട്രസ്റ്റിംഗ്. വാട്ട് ഡു ഗൈസ് തിങ്സ്? ലൈക്ക് നിങ്ങൾക്ക് ഫോർമുല 1 എന്താണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് തോന്നുന്ന സംഭവം? വെദർ അതിൻ്റെ മീഡിയ സംഭവങ്ങളാണോ, കാറുകളുടെ ഭംഗിയാണോ, എഞ്ചിനീയറിംഗ് ആണോ? ടെൽ മീ. ബൈ ബൈ.